നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമൊക്കെയാണോ? ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടിരിക്കുകയാണോ? നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ജയിച്ചോ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ അല്ലേ? നമുക്കിന്ന് അതിമനോഹരമായിട്ടുള്ള കുറച്ച് സാരീസ് കാണിക്കാം. പിന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം കൂടി ഉണ്ട്, അറിയത്തില്ല, വീഡിയോ എടുത്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. കുറച്ച് ഓർണമെൻറ്റ്സ്, ക്രിസ്മസ് സ്പെഷ്യൽ ഓർണമെൻറ്റ്സ്, അത് മെജോറിറ്റി എന്ന് പറയുന്നത് കമ്മലാണ്. കാണിക്കാൻ പറ്റില്ല, അതും കൂടി കാണിക്കാം. ഇത് കണ്ടോ സാരി, നിങ്ങൾ നോക്ക്, അടിപൊളിയല്ലേ? നല്ല മെഹന്തി ബോർഡറുമായിട്ട് അടിപൊളിയായിട്ടുള്ള സെമി ജ്യൂട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, പലർക്കും അറിയാമോ സെമി ജ്യൂട്ടിൻ്റെ ഒരു സ്റ്റഫാണ്. മഞ്ഞയും പച്ചയും. ഈ സാരി എപ്പോൾ വന്നാലും ആൾക്കാർക്ക് ഭയങ്കര പ്രിയങ്കരമായിട്ടുള്ള സാരിയാണ്. എന്നെ മുഖത്തും കൂടെ കാണിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ വേറൊരു കളർ ഞാൻ നേരത്തെ കാണിച്ചു, ഇച്ചിരി കൂടെ തെളിഞ്ഞ കളറ്. ഇതിപ്പോൾ ഉണ്ടല്ലോ, അത് കളറെടുപ്പായിരുന്നു. ഇത് മൊത്തത്തിലൊരു ആനച്ചന്തം, എന്നാന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. രണ്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ലതല്ലേ? ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന സാരിയാണ്. ഇതിപ്പോൾ ഞാൻ പറയാം, ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാരി എന്നാ പറയുക, ചൂടപ്പം പോകുന്ന പോലെ പോകും. കാരണം ആർക്കും അതൊരു ഇഷ്ടം തോന്നുന്ന സ്റ്റഫും കളർ കോമ്പിനേഷൻസും ആ കളറിൻ്റെ ഒരു ഡൈയിങ്ങും കാര്യങ്ങളും, അതിലെല്ലാത്തിലും ഉപരി ഈ ഒരു ബോർഡർ അടിപൊളിയാണ്. കണ്ടോ? മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്. ഉണ്ടാ ബോർഡർ എങ്ങനെ വേണേലും വെക്കാം. ബോർഡർ നല്ല വീതിക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, ബോർഡർ ചെറുതായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. നല്ല സ്മൂത്താണ്, നല്ല സാരിയാണ്, സെമി ജ്യൂട്ടാണ് മെറ്റീരിയൽ. ഇനി ഒരേപോലത്തെ കുറച്ച് സാരീസാണ്. അത് ബഡ്ജറ്റ് റേറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ബിലോ 1000 ആണ്. ഒന്ന് കട്ടി ഇനിയില്ലേ, ഇതേ ഞാൻ പറഞ്ഞേ, ഇത് ഈ സാരിയുടെ വില കേട്ടിട്ട് നിങ്ങൾ സാരിയെ കുറച്ച് കാണരുത്. അതിലൊരു കാര്യമില്ലെന്ന് ഞാൻ പറയാം. കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 850 899 അങ്ങനെ ഏതാണ്ട് ഒരു റേറ്റാണിത്. ഞാൻ നോക്കിയത്, പക്ഷെ കണ്ണുപിടിച്ചില്ല. അപ്പോൾ ഇല്ലേ, ഒന്നുമില്ല, സിമ്പിൾ സാരിയാണ്, പക്ഷെ എലഗൻ്റാണ്. ടെമ്പിൾ ബോർഡറൊക്കെ ആയിട്ട് നല്ലൊരു സാരി. അതിൻ്റെ റേറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ വില മതിക്കും. കണ്ടോ? ഇനിയിപ്പോൾ അങ്ങോട്ട് ഫംഗ്ഷനുകളുടെയും ഫെസ്റ്റിവൽസിൻ്റെയും ഒക്കെ കാലമല്ലേ, അപ്പോൾ അതിനെല്ലാം ഉടുക്കാനായിട്ട് നല്ല സാരിയാണ്. സെമി ചന്തേരിയാണ് സ്റ്റഫ്. കണ്ടോ? നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ട് ഹാൻഡ്ലൂം കോട്ടണൊക്കെ വരുന്ന പോലത്തെ, ഹാൻഡ്ലൂം കോട്ടൺ വരുന്ന പോലത്തെ ഒന്ന് മാത്രം, അങ്ങനെ അത് ഒരിക്കലും ഒരു കാഷ്വൽ ഫീലല്ല, ഒരു ഫങ്ഷൻ ഫീല് തന്നെയാണ്. ഇങ്ങനെ പ്ലെയിൻ ആണ് വിത്ത് ബോർഡർ. നമ്മൾ കാണാത്ത മോഡലൊന്നുമല്ല, പക്ഷെ റേറ്റും സ്റ്റഫും ഇതിൻ്റെ ഈ ഒരു ബോർഡറും എല്ലാ കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല സാരിയാണ് കേട്ടോ. ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസ് നമുക്ക് നോക്കിയാൽ പക്ഷേ പ്ലെയിൻ ഇതാണ്, സെയിം ആണ് ബ്ലൗസ്, റണ്ണിങ് ആണ് ബ്ലൗസ്, സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിടണമെങ്കിൽ ഇതിടാം, അതിടണമെങ്കിൽ അത് ഇടണ്ട. അതിൻ്റെ റെഡ് നല്ല രസമാണ് കേട്ടോ കാണാനും ഉടുക്കാനും ഒക്കെ. നല്ല ഒതുങ്ങി നിന്നോളുകയും ചെയ്യും. നമുക്ക് സ്റ്റാർച്ച് അങ്ങനത്തെ ചന്തേരി ആയതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യണ്ട. ഇതൊരു റെഡ് അല്ലേ, പീച്ച് മിക്സ് ഉണ്ടോ? റെഡിഷ് പീച്ച് എന്നൊക്കെ പറയുന്നത് കേട്ടോ. തനി റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, പീച്ചും റെഡും കൂടെ മിക്സ് ആയിട്ട് കോമ്പിനേഷൻ ചെയ്ത് വരുന്ന ഒരു കളറാണിത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് നോക്കുമ്പോൾ റെഡ് എന്നാണ് തോന്നുന്നത്, പക്ഷെ ഇതിനകത്തൊരു പീച്ചിൻ്റെ അംശമുണ്ട്. റെഡ് അല്ല എന്നാണ് ക്യാമറയ്ക്കകത്ത് നോക്കിയിട്ടും പറയുന്നത്. ഇതാണ് മുന്താണി എല്ലാത്തിനും ഒരേ മോഡലാണ്. ബ്ലൗസ് സെയിം തന്നെ, റണ്ണിങ്. ഇനി അതിൻ്റെ ബോട്ടിൽ ഗ്രീൻ അല്ലാത്ത, എന്താ പറയുക, ലീഫ് ഗ്രീൻ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു കളറ്. കുറച്ച് കളറുണ്ട് അതിന്, 6 കളറാണെന്ന് തോന്നുന്നു. സാധാരണ 4-6 കളറുകളൊക്കെയല്ലേ വരുന്നത്. എല്ലാം നല്ല കളേഴ്സാണ്, എല്ലാവർക്കും ചേരുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് റേറ്റ് കുറേ സാരി നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടെന്ന്. ഈ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആ സാരി എല്ലാം പോയി കാണുമ്പോൾ. ഇപ്പം
ഒന്നിച്ച് വീഡിയോ, ഞാൻ സാധാരണ ഒന്നിച്ചാണ് വീഡിയോ എടുക്കുന്നതേ, കുറേ ദിവസത്തിനുള്ള എടുക്കാനായിട്ട് ഇങ്ങനെ പുറകെ 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 ഇത് ഇന്നത്തെ വീഡിയോക്കകത്ത് കയറ്റിയാലോ എന്നുവെച്ചാൽ പെട്ടെന്നൊക്കെ കാണിക്കണം. ഈ പിള്ളേർക്കൊക്കെ ഇല്ലേ ഒരു കളിപ്പാട്ടോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട സാധനമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ പെട്ടെന്ന് കാണിക്കണം. ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാരൊക്കെ വരാൻ നോക്കിയിരിക്കും, എനിക്കിത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ചെറിയ പ്രായത്തിലെ ഒരു പരിപാടിയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത് പോകണം, എല്ലാം പോകണം, എല്ലാം ഇഷ്ടമാണ്, എല്ലാം പോകണം. ഒരു ദിവസം ഒരു വീഡിയോ അല്ലേ ഉള്ളൂ. ഇതിപ്പോൾ വന്നിട്ട് വാടാമല്ല ഷെയ്ഡ്, നല്ല കളറുകളാട്ടോ. ഈ ഒരു ബോർഡറിന് ഭയങ്കര ഒരു ഭംഗിയുണ്ട്. ഇനി ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് കണ്ട, എന്താണ് ഇങ്ങനെ മെറൂൺ ഇല്ലാതെ നമുക്ക് എന്താഘോഷം അല്ലേ? ഏത് കളറുകളും എന്ത് സാധനത്തിൻ്റെ ഇത് ചുരിദാർ സെറ്റാട്ടെ, കുർത്തിയാട്ടെ, സാരി ആട്ടെ, അതിൻ്റെ സെറ്റ് വൈസ് വളരെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുമ്പോൾ എല്ലാത്തിനകത്തും കാണുന്ന ഒരു കളറാണ് മെറൂൺ, ബോട്ടിൽ ഗ്രീൻ, നേവി ബ്ലൂ, ഇതൊക്കെ കോമൺ കളേഴ്സിൽ. പക്ഷെ അതൊക്കെ എന്നാന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള കളേഴ്സ് ആയതുകൊണ്ടായിരിക്കാം, ഭംഗിയുണ്ട്, എല്ലാവർക്കും ചേരും മെറൂൺ. ഇനി വേറൊരു സൂപ്പർ സാരി കാണിക്കാം. കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള സാരീസ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സിമ്പിൾ എന്നല്ല പറയണ്ടേ, ഒത്തിരി കളറെടുപ്പിനല്ല ചിലർ പ്രാധാന്യം കൊടുക്കുന്നത്, ചിലർ അതിൻ്റെ സ്റ്റഫിനും ആ ഒരു സ്റ്റാൻഡേർഡ് ഫീലിങ്ങിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് കട്ടിയതേ, ഒരു സൈസേ ജൂട്ടിൻ്റെ ഒരു ഈ സോഫ്റ്റ് ആയിട്ട് വരുന്ന ജൂട്ടിൻ്റെ എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ജൂട്ടെന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി കനത്തിൽ അങ്ങനെ നിൽക്കുന്ന, പക്ഷെ ഒരു സോഫ്റ്റ് ജൂട്ട്, ഒരു ലിനൻ്റെ ഒരു സ്റ്റഫ്, ഒരു സുഖം തരും. പക്ഷേ ജൂട്ടിൻ്റെ ഒരു സ്റ്റഫ്, പക്ഷെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഹാൻഡ്ലൂം കോട്ടൻ്റെ വീവിങ്ങും. അതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരികളാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് അതിനൊരു ചെറിയ ഒരു സെറിയുണ്ട്, ഗോൾഡൻ അല്ല. അയ്യോ കട്ടി, ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മുന്താണിയെ കൂടെ ഒരു സെറി പോയിട്ടുണ്ട്. ഒരു ആ സെറിയുടെ കളർ എന്ന് പറയുന്നത് സിൽവർ ആണോ എന്ന് ചോദിച്ചാൽ സിൽവർ അല്ല, ഗോൾഡും അല്ല, നല്ല ഈ ഇതിൻ്റെ സ്റ്റഫിന് ഈ സാൻഡൽ ഷെയ്ഡിലുള്ള ഒരു സാൻഡൽ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, പ്യുവർ സാൻഡൽ ഷെയ്ഡ് അല്ല, ക്രീമും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ. ഇങ്ങനെ ഓൾ ഓവർ ബോഡി ഇങ്ങനെ എംബ്രോയ്ഡറി ബൂട്ടാസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ താഴെ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സെറി പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൊടുക്കുക. ഇതിനൊക്കെ നല്ല കട്ടിയുള്ള കനത്തിലുള്ള പല ലെയർ കുഞ്ഞു മുത്തോ പിടിപ്പിച്ച പല ലെയറിലുള്ള മാലയില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ മാലയോ അല്ലെങ്കിൽ ഒറ്റ മുത്തുള്ള പീളുമാലയോ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് എൻ്റെ ഒരു തോന്നലാട്ടോ. ഓരോരുത്തരുടെ അവൻ്റെ സ്റ്റൈൽ അനുസരിച്ച് ചെയ്തോ, അങ്ങനെ ചെയ്യുള്ളൂ. എന്നാലും ഞാനൊരു ചുമ്മാ എടുത്ത് പറഞ്ഞ സാരിക്ക് ഫോള് പിടിപ്പിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലത്. റേറ്റുള്ള സാരിയാണ്, കാരണം സെമി ജൂട്ടിൻ്റെ സോഫ്റ്റ് ജൂട്ടിൻ്റെ ഒരു സ്റ്റഫാണ്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇനെന്ന് തോന്നും, അതേസമയം അതിൻ്റെ വീവിങ് കണ്ട ഹാൻഡ്ലൂം കോട്ടൺ ആണെന്ന് തോന്നും. ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ്, അത് തന്നെ പ്ലെയിനാണ്. ഇതൊരു സെമി ടസർ സ്റ്റഫാണ്. പിന്നെ വന്നിട്ട് കട്ട് വർക്ക്, ഒരു ലൈറ്റ് സാൻഡൽ ഷെയ്ഡ്. ഇതിൻ്റെ മുന്താണിയുടെ പാർട്ടാട്ടോ. ഇങ്ങനെ ഇതാണ് മുന്താണി, ഇത്രേ ഉള്ളൂ, അറിയാലോ. ഇങ്ങനെ കട്ട് വർക്ക് വരുന്നതിൽ എല്ലാം അങ്ങനെയുള്ളൂ മുന്താണി വരത്തുള്ളൂ. മീൻസ് വേറെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒരു വരാറില്ല. എന്നിട്ട് ബോഡി ഫുള്ള് ബൂട്ടാസ് ഉണ്ട് കണ്ടോ, ഇങ്ങനെ ദാമൻ പോർഷനിലേക്ക് എല്ലാം ബൂട്ടാസ് ഉണ്ട്. പിന്നെ ഞാനൊരു കാര്യം നോക്കിക്കോട്ടെ, ആ കട്ട് വർക്ക് എൻഡ് ചെയ്യുന്നിടത്ത് ആ ഒരു എപ്പോഴും അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. അങ്ങനെ ഇതിനില്ലേ ആയിരുന്നു. ഇത് ചിലത് വരുമ്പോൾ കട്ട് വർക്ക് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് ഏകദേശം ഫുള്ള് വരുന്നുണ്ട്, ഈ ഒരു ബോർഡർ വരുന്നുണ്ട്. ഏകദേശം ഉള്ളിൽ പോകുന്നതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒഴികെ ബാക്കി ഫുള്ള് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കണ്ടോ. നല്ല സാരി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആണ്.
പ്ലെയിൻ ബ്ലൗസ്, സെമി ടസറാണ്. ബ്ലൗസ് വേണമെങ്കിൽ ഈ കളർ കോൺട്രാസ്റ്റ് കളർ ബ്ലൗസൊക്കെ ഇട്ട് ഒരു സിൽക്കി എഫക്റ്റ് തരുന്ന ബ്ലൗസ് ഇടണമെന്നേ ഉള്ളൂ. ഇടുവാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. എങ്ങനെ വേണമെങ്കിലും ഗെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് ഓർണമെൻറ്റ്സും കൂടെ കാണിക്കണമെന്നുണ്ട്. ഒന്നുകിൽ കാണിക്കാം, അല്ലെങ്കിൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. അയ്യോ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗീവ് അവേ കണ്ടിന്യൂ ചെയ്യുകയാണ്. അറിയാലോ, നല്ല കമൻറ്റിന്, ബെസ്റ്റ് കമൻറ്റിന് പിന്നെ അതുപോലെ സബ്സ്ക്രൈബിന് 23-ാം തീയതി വരെ ഉള്ളതാണ് നോക്കുന്നത്. 23-ാം തീയതി ലോട്ടിട്ടെടുത്തിട്ട് ഒരു ബെസ്റ്റ് കമൻറ്റിന് ഒരു ഗിഫ്റ്റ്, അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. താങ്ക് യു. അയ്യോ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നാളെ ഉണ്ടല്ലോ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ഡിസ്കൗണ്ട് സെയിലാണ് വീഡിയോ. ഞായറാഴ്ച കാണണം കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര വർത്തായിട്ട് കിട്ടും. പക്ഷേ സ്റ്റോക്ക് കുറവായിരിക്കും, എണ്ണം കൂടുതൽ കാണും. സ്റ്റോക്ക് കുറവ്, ഓരോ പെർ പീസിനും എണ്ണം കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കിട്ടാതെ പോയതോ ഇഷ്ടപ്പെട്ട കളർ അന്ന് ചോദിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി പോയതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വാങ്ങിക്കാം. അതുപോലെ ഡിസ്കൗണ്ട് റേറ്റിലാണ് തരുന്നത്. നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യുക. താങ്ക് യു.